ഹൃദയാരോഗ്യത്തെക്കുറിച്ചും ഹൃദയത്തിന്റെ അസുഖങ്ങളെക്കുറിച്ചും ഒരുപാട് ആളുകൾക്കുള്ള 4 വലിയ തെറ്റിദ്ധാരണകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, പലരുടെയും ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ പ്യുവർ വെജിറ്റേറിയൻ ആണെങ്കിൽ എനിക്ക് ഹാർട്ടിന് ഒരു പ്രശ്നം വരില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കറിയോ 30% ഹൃദ്രോഗികളും പ്യുവർ വെജിറ്റേറിയൻസ് ആണ്. മാത്രമല്ല അവരുടെ കൊളസ്ട്രോളും നോർമലാണ്, എന്നിട്ടും അവർക്ക് ഹാർട്ടിന് പ്രശ്നങ്ങൾ വരും. പിന്നെ ചില ആളുകൾ വിചാരിക്കുക എനിക്കിപ്പോൾ ഹാർട്ടിന്റെ അസുഖം വരാനുള്ള ഒരു പ്രായം ആയിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കറിയോ ഹൃദ്രോഗം വരുന്ന 5-ൽ-1 പ്രായം 35 വയസ്സിന് താഴെയാണ്. അതുകൊണ്ട് പ്രായം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഗ്യാരണ്ടി അല്ല. പിന്നെ ചിലർ വിചാരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ, ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്, ഞാനൊരു അത്ലറ്റ് ആണ്, ഞാൻ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ ഹാർട്ട് സേഫ് ആണെന്നുള്ളതാണ്. തെറ്റാണ്. കളിക്കാർക്കും മാരത്തോൺ ഓടുന്നവർക്കും ജിമ്മിൽ പോകുന്നവർക്കും എല്ലാം ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ വരാം. കുഴഞ്ഞു വീണുള്ള മരണം വരെ സംഭവിക്കാം. ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഒന്നുമല്ല. പിന്നെ പല സ്ത്രീകളുടെയും ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ഹാർട്ടിന്റെ അസുഖങ്ങൾ കൂടുതലും ആണുങ്ങൾക്കാണല്ലോ വരിക എന്നുള്ളതാണ്. അത് തെറ്റാണ്. ഒരു ഞെട്ടിക്കുന്ന വസ്തുത ഞാൻ പറയാം. സ്ത്രീകൾക്ക് സ്തനാർബുദം വരുന്നതിനേക്കാളും എന്ന് വെച്ചാൽ ബ്രസ്റ്റ് ക്യാൻസർ വരുന്നതിനേക്കാളും കൂടുതലായിട്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്. ആകെയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൃദ്രോഗത്തിന് ഒളിഞ്ഞിരിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. അത് സ്ത്രീകളുടെ കാര്യത്തിൽ വളരെ കൂടുതലാണ്. സൈലന്റ് ആയിട്ട് ഒളിഞ്ഞിരിക്കും. വേറൊരു തെറ്റിദ്ധാരണ, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് എപ്പോഴും നെഞ്ചുവേദനയിലൂടെയാണ് പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയോ 30% ഹാർട്ട് അറ്റാക്ക് രോഗികൾക്കും അറ്റാക്കിന്റെ സമയത്ത് വേദനയേ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അതുപോലെ തന്നെ പ്രായമായവർ വേദന ഉണ്ടാവില്ല. നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ധാരണകളും നമ്മുടെ വിശ്വാസങ്ങളെ കുറിച്ച് നമ്മുടെ ഹൃദയത്തിന് അറിയില്ല. അത് നമ്മൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട്